ഹലോ, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലാണെന്ന്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ആട്ടോ. രാത്രി വന്ന് നല്ല കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റപ്പം നല്ല കോടയും മഞ്ഞും തണുപ്പും ഒക്കെ. മുറ്റം നിറയെ നല്ല ചെടികളുള്ളത് കൊണ്ട് പൂക്കളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അച്ഛന് പണ്ടേ പൂക്കളോടും ചെടികളോടും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇച്ചിരി കൂടുതലായിട്ടാണ് നട്ടുവെച്ചത്. എനിക്കും അതുപോലെ തന്നെയാണ്. കുറേ വെറൈറ്റി പൂക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു റോസ് ഒരുപാട് പൂക്കൂട്ടോ, നല്ല മുട്ടുകളുണ്ട്. ഇത് കണ്ടില്ലേ, മലനിരകളും കാടും കുന്നും, ഇതൊക്കെയാണ് ഞാൻ ജനിച്ച് വളർന്ന സ്ഥലം എന്ന് പറയാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ പറയാൻ ഒരുപാട് അനുഭവങ്ങളുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഞാനിങ്ങനെ പൂക്കളെയൊക്കെ കുറേ നേരം, ഇത് നല്ല രസമുണ്ട് ഈ പൂ കേട്ടോ, നല്ല പഞ്ഞി പോലെ. അതിൻ്റെ അകത്ത് മഞ്ഞ് തുള്ളികൾ വന്ന് വീണിരിക്കുന്നത് കാണാൻ എന്താ രസം എന്നറിയാവോ. ഈ പൂക്കളുടെയൊക്കെ ഒരു സൃഷ്ടിയെ എന്നാ രസമായിട്ട്, എന്ത് കളറായിട്ട് മനോഹരമായിട്ടൊക്കെയാണ് ദൈവം സൃഷ്ടിച്ചേക്കുന്നതല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കളുള്ള ചെടികൾ. ഇങ്ങനെ പച്ചപ്പുള്ളതും ഇഷ്ടമാണ്, പൂക്കളുള്ളതും ഇഷ്ടമാണ്. അപ്പം ഞാൻ കുറേ നേരം ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിന്ന്. അതിനുശേഷം ഞാനും പിള്ളേരും കൂടെ ചാർലിക്കുളം കാണാൻ പോയി. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. പക്ഷേ എനിക്കറിയത്തില്ല ഇതുവരെ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ ചാർലിക്കുളം കാണാനാണെന്നും പറഞ്ഞ് ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലത്തിൽ ഇങ്ങനെ കാണാനൊരു സ്ഥലമുള്ളപ്പോൾ ഞാൻ പോകാതിരുന്ന അത് മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്ത് അങ്ങോട്ട് നേരെ അങ്ങോട്ട് വിട്ടു. ഇതാണ് കേട്ടോ തേയിലക്കാടും. ഇവിടെയൊക്കെയാണ് ആൾക്കാർ കൊളുന്ത് നുള്ളിയിട്ട് ഇത് ഉണക്കിയിട്ടാണ് നമുക്ക് ചായപ്പൊടിയായിട്ട് കിട്ടുക. അപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഞങ്ങളിത് തേയിലക്കാടിൽ കൂടെ ഇങ്ങനെ നടന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച്. അപ്പോൾ എൻ്റെ മനസ്സിൽ ചാർലിക്കുളം കാണാൻ പോവല്ലേ. അപ്പോൾ അവിടെ വെള്ളമൊക്കെ ഉണ്ടെന്നുള്ള ആ ഒരു ഇതിൽ സന്തോഷത്തിൽ ഞാനിങ്ങനെ ചായ പൊടിയിടാൻ എന്താ പറയുക, തേയില ഇലയൊക്കെ ഇങ്ങനെ പറിച്ച് നുള്ളി ഇവരിതാ കളിച്ചുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. ഷെറിനുണ്ട്, എൻ്റെ അനിയത്തിയുടെ മോനുണ്ട്, അബിയുണ്ട്, അച്ഛയുണ്ട്. ഞങ്ങളുടെ പുറകിൽ ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടുള്ളവർ വരുന്നുണ്ട് കേട്ടോ. സ്ഥലത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കുളത്തിൽ വെള്ളമൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ സാരിയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട്, ക്രിസ്മസ് അല്ലേ അതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. രസം എന്താണെന്നറിയാമോ, ചാർലിക്കുളം മാത്രമേ ഉള്ളൂ, വെള്ളമില്ല അവിടെ, വറ്റി വരണ്ട് കിടക്കണം. അപ്പോൾ ദൂരെ നിന്ന് തന്നെ ഷെറിന് എന്നോട് വിളിച്ചു പറഞ്ഞു, അമ്മ ഇവിടെ വെള്ളമില്ല, നമ്മൾ ഇവിടെ ഇത്രയും ദൂരം വന്നത് വെറുതെ ആയിപ്പോയെന്ന്. ശരിടാ പോട്ടെ, നമ്മൾ വെള്ളമില്ലാതെങ്കിലും ഇത് കണ്ടിട്ട് പോകാം, കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് കാണുന്ന സ്ഥലമല്ലേ എന്ന് ഓർത്ത് ഞാൻ സമാധാനിച്ച് മക്കളെ, സമാധാനിച്ച്. ഇവനാണ് ചാർലിക്കുളം. ഇപ്പം പറ്റി വരണ്ട് കിടക്കുക. ഇതിനെന്താ കാണാനുള്ള, ഇത്രയും ടൂറിസ്റ്റുകൾ എന്താ ഇവിടെ വരുന്നത്, എനിക്കൊരു പിടുത്തമില്ല, എനിക്കറിയില്ല. അപ്പോൾ പിന്നെ അത് വരേണ്ട സ്ഥലമൊക്കെ കണ്ടു, കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. മലനിരകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗി. അപ്പോൾ ഇനി വരുന്നുണ്ട് ഇതിൻ്റെ പുറകെ ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് വരുന്നവർ സബും കൂടെ ചെയ്യണേ. ബൈ ബൈ.